ഹലോ നമസ്കാരം. എന്തുണ്ട്? പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. വീഡിയോ ഇട്ടു. നമ്മൾ വിചാരിക്കുന്നതല്ല കേട്ടോ, ഭയങ്കര നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഞാൻ വിചാരിച്ചു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എന്തോ ഒരു കോംപ്ലക്സ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തയൊക്കെ അങ്ങനെയൊക്കെ വരുമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട്, അത് നമ്മളെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അവനാണ് ഈ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിടാ, അടിപൊളിയായിട്ടുണ്ട്, ഇത്രയും മതി, ഇത് തന്നെയാണ് ചെയ്യാനുള്ളത്. പിന്നെ വീഡിയോ ഇപ്പം നിൻ്റെ ഐഡിയ എന്താ? ഞാൻ പറഞ്ഞു നമ്മളെ ഒരു വലിയ റീച്ച് എന്നുള്ള ചാനലല്ല, വളരെ ചെറിയ ആൾക്കാർ മാത്രമുള്ളൊരു ചാനലാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഒരു 50 പേരാണെങ്കിലോ ഒരു 20 പേരാണെങ്കിലോ അവരുടെ അടുത്ത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ വെക്കുക. നമുക്ക് നമ്മുടെ വിഷമങ്ങൾ, കാര്യങ്ങൾ, ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുക. നമുക്ക് കിട്ടിയ കുറേ പണികളൊക്കെ ഉണ്ടാവുമല്ലേ, കുറേ പണികൾ. അതുപോലെ നമ്മുടെ മനഃപൂർവ്വം അല്ലെങ്കിലും പറ്റിച്ചിട്ട് പോയ ആൾക്കാർ, ചിലപ്പോൾ മനഃപൂർവ്വം പറ്റിച്ചവർ, അങ്ങനെ ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളവർ. പിന്നെ നമ്മളെ കുറേ റോങ് ചിന്താഗതികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതുപോലെ കുറേ റോങ് ചിന്താഗതിയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മുടെ സന്തോഷങ്ങൾ, ചെറിയ ജീവിതമല്ലേ, കുഞ്ഞൊരു ജീവിതം, അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നല്ല നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അവരവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. പിന്നെ കുറേ നാളായി തുടങ്ങിയിട്ട്. അപ്പോൾ അവൻ കുറേ സജഷനൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കണം, അപ്പോൾ നമുക്ക് ആൾക്കാരുമായിട്ടൊരു ഐ കോണ്ടാക്റ്റ് വരും. ശരിയാണ്, നിനക്കെന്താ ഷൈ ആണോ? ഞാൻ പറഞ്ഞു ഷൈ ഒന്നുമല്ല, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കണം എന്താ, ഞാൻ ഇപ്പോഴും ഈ ക്യാമറയിൽ നോക്കിയല്ല കേട്ടോ സംസാരിക്കണം. അതിങ്ങനെ മാറിപ്പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ ഭയങ്കര വലിയ വലിയ പുലികൾക്കേ പറ്റത്തുള്ളൂ, എന്തോ ഭയങ്കര ആൾക്കാരൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്കും ഇതൊക്കെ പറ്റുമെന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി. കുറേ ചാനൽ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചാനലല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. ഒരു 50 പേര് തന്നെ ഉണ്ടാവുള്ളൂ, ഒരു സ്ഥിരം വ്യൂവേഴ്സ് എനിക്ക് ഒരു 60-70 പേര് തന്നെ ഉള്ളൂ. പക്ഷേ അത് തന്നെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ 143 വീഡിയോയൊക്കെ ഇട്ട ആളിന് അത്രയൊന്നും ഇല്ല. അവരൊക്കെ അപ്പോൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ നമ്മുടെ തോട്ട്സും നമ്മുടെ സംസാരമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാം നെഗറ്റീവായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെയാണ് നമുക്ക് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരങ്ങനെ ചിന്തിക്കും. അങ്ങനെയൊന്നും ആർക്കും ചിന്തിക്കാനൊന്നും ഇല്ല. എല്ലാവരും കുറച്ചൊക്കെ നല്ല ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് പേരല്ലെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ നല്ലത് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്, ഉറപ്പാണ്. ഓക്കെ. പിന്നെ ഇതാണ് വണ്ടി കേട്ടോ, നമ്മളെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ വണ്ടി ഈ വണ്ടിയാണ്. പിന്നെ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ആയത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇന്ന്. ഹായ്, നമസ്കാരം. പിന്നെ എന്താ സംഭവം എന്നറിയാം, ഞാൻ ചിരിച്ചത്, ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറല്ല, ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഇപ്പം നമുക്കൊരു കാര്യം സംസാരിക്കുമ്പോൾ, ഇതിപ്പോൾ കണ്ടോ, ഇത് ഇവിടുത്തെ പിള്ളേരെ ചെറിയ പ്ലേ ഏരിയ, നമ്മുടെ ഈ ബ്ലോക്കിന് വേണ്ടി മാത്രമുള്ള ഒരു പ്ലേ ഏരിയ. പിന്നെ ഇത് ജിമ്മും. ഞാൻ ജിമ്മും വ്യായാമത്തിനൊന്നും വന്നല്ല കേട്ടോ, ഞാനൊരു അസൽ മടിയനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇന്നലെയും പറ്റിയതാ, ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ ഇതെടുത്ത് വയ്ക്കും. പക്ഷേ പിന്നീട് നോക്കുമ്പോഴായിരിക്കും വീഡിയോ ഓണാക്കിയിട്ടുണ്ടാവില്ല. ഇതുപോലെ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഓണാക്കിയിട്ടില്ല. എന്തോ അവസ്ഥയെന്ന് ആലോചിക്കുക. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു, നല്ലതായ കാര്യങ്ങൾ, മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ, അപ്പോഴും മൈൻഡിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ കാര്യമില്ല, അത് റെക്കോർഡായില്ല. എന്താ ചെയ്യുക? അങ്ങനെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയതാ രണ്ടാമത്. എന്തായാലും വീഡിയോ സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ. എന്താ സംസാരിക്കാന്ന് വെച്ചാൽ ഒന്നുമില്ല. എന്താണ് നമ്മളെന്താ ഇങ്ങനെ എന്നുള്ളതാണ്. നമ്മളെന്താ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ. മനസ്സിലായോ? ഇപ്പോൾ ഒരു റോസാപ്പൂവ് എന്ന് പറഞ്ഞാൽ, റോസാപ്പൂവിന് പകരം ഒരു ജമന്തിപ്പൂ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ റോസാപ്പൂ ഇത് ചെയ്യില്ലല്ലോ, ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം റോസാപ്പൂവിനെ നിർമ്മിച്ചിരിക്കുന്നത്, അതിനെ ഇവിടെ വിട്ടയ്ക്കുന്നത് റോസാപ്പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് നമ്മുടെ കാര്യവും. നമ്മൾ ഇവിടെ ലൈഫിൽ വന്നത് നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ജീവിച്ച് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആകെയുള്ളൊരു എയിം എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും ഇത് കാണണ്ട. എല്ലാവർക്കും വിഷമങ്ങളുള്ളവരാണ്, പിന്നെ എല്ലാവർക്കും നല്ല നല്ല സന്തോഷങ്ങളുള്ളവരാണ്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, വലിയ സന്തോഷങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ,
നല്ല ഫാമിലി, നമുക്കുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഹാപ്പി ആയിട്ട് ഒരു നോക്കിയേ ഒരു ഒരു 2-3 ദിവസം നമുക്ക് നമ്മളുള്ളതിനെക്കുറിച്ച്, നമ്മുടെ പോസിറ്റീവിനെ കുറിച്ചൊക്കെ നമ്മൾ തിങ്ക് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കി ഭയങ്കര രസമായിരിക്കും. അതൊരു യൂണിവേഴ്സായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ യൂണിവേഴ്സ് ഓൾറെഡി ഇവിടെ കുറേ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു വഴി ചോദിക്കുമ്പോൾ ഒരു വഴി പറഞ്ഞു തരാൻ വേണ്ടി ഒരാൾ നിൽക്കില്ലേ, അതൊക്കെ യഥാർത്ഥത്തിൽ യൂണിവേഴ്സ് നമുക്ക് തരുന്നതാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തി നമ്മളെ ഒരു കൺസിഡറേഷൻ ഇല്ലാതെയൊക്കെ നിർത്തിക്കുന്നു. അതൊക്കെ വെറുതെയാണ് കേട്ടോ. നമുക്ക് പല സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഇതുപോലെ ഈ യൂണിവേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇവിടെ കണ്ട പിള്ളേരൊക്കെ കളിക്കാൻ വന്നിരിക്കും, അതെല്ലാവരും ഉണ്ട്. പിന്നെ ഹായ് ബ്രോ. പിന്നെ ഇപ്പോൾ ഈ സമയം നല്ല സമയമാണ്, അവിടെ സ്വിമ്മിംഗ് പൂളിൽ ആൾക്കാരുണ്ട്, പിള്ളേർ കളിക്കാൻ വരുന്നുണ്ട് ഓരോരുത്തരായിട്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ എന്തോ വലിയൊരു യൂട്യൂബറാണെന്നൊക്കെ ആയിരിക്കും മേ ബി വിചാരിക്കുക. പക്ഷേ നമ്മുടെ ഒരു തോട്ട്സ് എന്ന് പറയുക വെച്ചാൽ നമ്മുടെ ഒരു തിങ്കിങ്, നമുക്ക് കുറച്ച് പേരുണ്ടാവുക, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ പറയാനോ സംസാരിക്കാനോ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാനോ ഒക്കെ ഒരു ഇതുണ്ടാവുക എന്ന് പറഞ്ഞാൽ, അത് കുറച്ച് ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തവർ. അതായത് ഇപ്പോൾ ചെറിയ ആൾക്കാരായിരിക്കും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഒരാൾ പറഞ്ഞതാണ്, അത്യാവശ്യം വയ്യാത്ത ഒരാളാണ്, പുള്ളി മരണപ്പെട്ടു പോയി. പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇങ്ങനെ ആഹാരത്തിനൊക്കെ എന്താ ചെയ്യുക, അത് എൻ്റെ പൈസ മറ്റുള്ളവരിൽ ഇരിക്കല്ലേ പിന്നെന്താ എന്ന്. പുള്ളിയുടെ കോൺഫിഡൻസ് ആണ്. പുള്ളി ഒരു 20 രൂപ അല്ലെങ്കിൽ 25 രൂപ പുള്ളിയുടെ ആ ഒരു ആഹാരത്തിനുള്ള പൈസ ഒരാളുടെ നിന്ന് വാങ്ങിക്കും, അത് കഴിക്കും. പിന്നെ അപ്പോഴേ പുള്ളിയുടെ കാര്യം നോക്കിയിട്ട് എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങും. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. വളരെ പെട്ടെന്ന് ഒരു പ്രായം 70 വയസ്സൊക്കെ ആയപ്പോൾ പുള്ളി എന്തായി, പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വന്ന് മരിച്ചുപോയി. അല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ആയിട്ട് പുള്ളി ജീവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. അതുപോലെ പുള്ളിയുടെ പർപ്പസ് എന്താണെന്ന് പുള്ളി ആലോചിച്ച് കഴിഞ്ഞാൽ എന്താ പർപ്പസ്, പ്രത്യേകിച്ചൊരു പർപ്പസ് ഒന്നുമില്ല. ജീവിച്ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങുക, നമ്മളിൽ ഉള്ളതിനെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലത് ചിന്തിക്കുക, ചിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക, കുറച്ച് കൂട്ടുകാരുണ്ടാവുക, സന്തോഷമായിട്ട് കുറച്ച് പറ്റുന്ന ഏതെങ്കിലും യാത്രകൾ, വെറുതെ അതിൻ്റെ അടുത്തോ എവിടെയെങ്കിലുമൊക്കെ ഉള്ളൊരു കുറച്ച് യാത്രകൾ പോവാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, നമുക്ക് ഭയങ്കര ഒരു സമാധാനം, സന്തോഷം, ഭയങ്കര റിലാക്സാണ്. നിങ്ങളൊരു ഒരാഴ്ച അങ്ങനെ ചെയ്ത് നോക്കി, അങ്ങനെ ഒരു തിങ്കിങ്ങിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. കാരണം എനിക്കത് ഭയങ്കര ഒരു റിലീഫായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ടേ, ഞാനത് ബുക്കല്ല, പിന്നെ ഒരു ഫിലിം ഞാൻ 2 ദിവസത്തിന് മുന്നേ കണ്ടായിരുന്നു സിനിമ. സബ് ടൈറ്റിലൊക്കെ ഉള്ളതാണ്. 2015 ആണ് ഇറങ്ങിയത്, ദ മിറാക്കിൾ. എന്നാ ബ്യൂട്ടിഫുൾ പടം എന്ന് പറയുമ്പോൾ, അടിപൊളി പടമാണ്. പടം എന്ന് പറഞ്ഞാൽ അതിൽ വളരെ സിമ്പിളാണ് എല്ലാം. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഒരു ഗോത്രം സിറിയയാണ് എന്നാണ് തോന്നുന്നത് എനിക്ക്. അവിടെ അത് തുർക്കി ഉൾപ്രദേശത്തുള്ളൊരു വീട്. അവിടെ ഒരു ചെറിയ പണ്ടത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. അതിൽ അസീസ് എന്ന് പറയുന്ന കഥാപാത്രം. പുള്ളിക്ക് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വയ്യാതായിട്ട് പോളിയോ പോലെ ബാധിച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ തിരിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സൈഡ് മാത്രമേ പുള്ളിയുടെ വർക്കാവുള്ളൂ. അപ്പോൾ ആ പുള്ളിയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ പുള്ളിയുടെ ലൈഫിലോട്ട് വരുന്ന ഒരു ഭാര്യ, അവൾ ആ സ്നേഹം കൊണ്ട് പുള്ളിയുടെ കംപ്ലീറ്റ് അസുഖങ്ങൾ മാറ്റിയെടുക്കുന്നു. ഞാൻ ചിന്തിച്ചത് അതല്ല, പുള്ളിയുടെ കൂടെ ഒരു കൂട്ടം ആൾക്കാരെ അങ്ങ് ഈ യൂണിവേഴ്സ് അങ്ങ് കണക്ട് ചെയ്യും. ഒരു ടീച്ചർ, കുറേ കൂട്ടുകാർ, പുള്ളിക്ക് വേണ്ടി ജോലി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിഫലവും ഇല്ലാതെ പുള്ളിക്ക് കുറേ ആൾക്കാർ പുള്ളിയുടെ കൂടെ ഇങ്ങനെ വിടും. അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ്, അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. 2 പാർട്ടുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ പുള്ളി ആസീസ് എന്താണെന്ന് കാണിക്കുന്നത്, 2 പുള്ളി അങ്ങനെ ആയി എന്നുള്ളത്. അടിപൊളി പടം കേട്ടോ. ഞാൻ അതുപോലെ കുറച്ച് റെഫറൻസൊക്കെ നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നെ കുറച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നാൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം. കുറച്ച് കൂട്ടുകാർ കൂടുമല്ലോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനോ, അല്ലെങ്കിൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സന്തോഷമല്ലേ. പിന്നെ വേറെന്താ, ഇതൊക്കെ തന്നെയാണ് പിന്നെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട്, അതുകൊണ്ട് അതൊന്ന് പങ്കുവച്ചു. പിന്നെ കുറച്ച് ബുക്സൊക്കെ ഉണ്ട്, നമ്മൾ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഞാൻ വായിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ബുക്കുണ്ട്. ഓഷോയുടെ ബുക്ക്, പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പേരത് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ആൾക്കാരെ ബുക്കുകളൊക്കെ. പിന്നെ അഗർത്ത എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് വായിക്കണം. എനിക്ക് വാങ്ങിച്ച് വായിക്കണമല്ല ഭയങ്കര ഇഷ്ടം, മറ്റേതിനേക്കാളും കൂടുതൽ. പിന്നെ ജഹന്നാര, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ബുക്കുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂസൊക്കെ ഞാൻ പറയാം. പിന്നെ ഇതുപോലെ നമ്മൾ ആരും കാണാതെ കണ്ട കുറച്ച് സിനിമകളുണ്ട്. അല്ല, അപ്പുണ്ണി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്. അപ്പുണ്ണി മലയാളം സിനിമയാണ്, സൂപ്പർ പടം കേട്ടോ. സമയം കിട്ടുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് കാണണം. ഒരു വെറൈറ്റി, ഒരു ചെറിയ ഗ്രാമം, കുറച്ച് ആൾക്കാർ, നല്ല കുടുംബം, സന്തോഷം. എല്ലാവർക്കും പ്രധാനമായിട്ട് വേണ്ടത് സന്തോഷവും സമാധാനവും അല്ലേ. അത് നമ്മൾ ഈ വലിയ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് സന്തോഷം കിട്ടണമെന്നൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ നമുക്ക് നല്ല സന്തോഷം കിട്ടും. അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ്. അടിപൊളിയായിട്ട് നമുക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റും, ഭയങ്കര ഹാപ്പി ആവാൻ പറ്റും. സന്തോഷമുള്ളൊരു ദിവസവും അടിപൊളിയായിട്ടുള്ളൊരു ലൈഫും, എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷമൊക്കെ ഞാൻ പിന്നെ ആശംസിക്കുന്നു. ബൈ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ.